റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. പുലർച്ചെ കൊല്ലം നഗരത്തിൽ നിന്ന് പിടികൂടിയ MDMA പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകാൻ എത്തിച്ചതെന്ന് മൊഴി. പലതവണ വിമാനമാർഗം MDMA കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രതി ഷിജു പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, നമ്മൾ ഈ വാർത്ത രാവിലെ പുറത്തുവിടുന്നു. അതിന്റെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ ഈ ഷിജു ഒരു ചെറിയ കണ്ണിയല്ല, തുടർച്ചയായി ഈ കടത്തും വിൽപ്പനയും ഒക്കെ സാധ്യമാക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ടയാളാണ് എന്നതാണോ ബോധ്യമാവുന്നത്? സുജയ, ഇന്ന് പുലർച്ചെയാണ് ഷിജുവിനെ കമ്മീഷണറുടെ നേതൃത്വം കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള ACP ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഡെൻസാഫ് ടീം പിടികൂടുന്നത്. കൈവശം 90 ഗ്രാം ക്രിസ്റ്റൽ MDMA കണ്ടെടുക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച് അവിടെ നിന്ന് ബസ്സിൽ കൊണ്ടുവരുന്നതിനിടയിലാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലായത്. പിന്നീട് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇദ്ദേഹം വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള അതിഥി തൊഴിലാളികൾക്കും വൻതോതിൽ MDMA നൽകുന്ന ആളാണെന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമായത്. ഇത് ആദ്യത്തെ തവണയല്ല ഇത്തരത്തിൽ വിമാനമാർഗം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിച്ച് 8000 രൂപയ്ക്കാണ് അവിടെ നിന്ന് 100 ഗ്രാം MDMA മേടിക്കുന്നതെന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞത്. അതിവിടെ ലക്ഷങ്ങൾ വില മേടിക്കുന്നു. ഏകദേശം 50 ലക്ഷത്തോളം രൂപയ്ക്ക് ക്രിസ്റ്റൽ MDMA കൊടുക്കുന്നു. പലതവണ വരുമ്പോൾ പല തരത്തിലുള്ള ലഹരിയാണ് കൊണ്ടുവരിക. ഇന്ന് രാവിലെ പോലീസ് അത് പിടികൂടുമ്പോൾ ക്രിസ്റ്റലായിരുന്നു, മറ്റു ചിലപ്പോൾ അത് സ്റ്റാമ്പ് ടൈപ്പിലുള്ളത് എത്തുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ലഹരി അന്യ സംസ്ഥാനത്ത് നിന്ന് വിമാനമാർഗം അടക്കം കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, റിപ്പോർട്ടർ TV അടക്കം ലഹരിക്കെതിരെ പോരാടുമ്പോൾ ഇങ്ങനെ ഒരാളെ പിടികൂടി എന്ന് പറഞ്ഞപ്പോൾ ആ സമയം പുലർച്ചെ 1:30 ഒരു നാട്ടുകാരൻ റിപ്പോർട്ടർ TVയെ വിവരം അറിയിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലത്തെത്തിയപ്പോൾ ആ നാട്ടുകാരനാണ് പറഞ്ഞത്, റിപ്പോർട്ടർ TVയുടെ ഉദ്യമത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു, അങ്ങനെയാണ് ഈ കാര്യം ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ പോലീസിൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ നമ്മൾ കമ്മീഷണർ അടുത്തടക്കം വിവരങ്ങൾ തേടിയപ്പോൾ കമ്മീഷണർ പറഞ്ഞത് ഈ വർഷം നമ്മൾ പിടിച്ച ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയാണ് ഈ ക്രിസ്റ്റൽ MDMA, അതായത് 90 ഗ്രാം. മാർക്കറ്റിൽ ഇതിന് വലിയ ലക്ഷങ്ങൾ വില വരുമെന്നും പറഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് ഗുരുതരമായ വിഷയം, വിദ്യാർത്ഥികൾക്കടക്കം ഈ ലഹരി നൽകുന്നതിനാണ് കൊണ്ടുവന്നതടക്കം ഷിജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കിട്ടിയ സ്ഥലവും ഇനി വിൽപ്പന നടത്തുന്ന ആളുകളെ അടക്കം പോലീസ് പിടികൂടുകയും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. സുജയ, പലതവണ വിമാനമാർഗം MDMA എത്തിച്ചു എന്നതാണ് ഷിജുവിന്റെ വെളിപ്പെടുത്തൽ. ഇതുപോലുള്ള കണ്ണികളിൽ നിന്ന് ഉറവിടത്തിലേക്ക് എത്തുകയാണ് ഇനി അന്വേഷണ സംഘം ചെയ്യേണ്ടത്. താങ്ക് യു ദിലീപ് ദേവസ്യ.